ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HSST ഹിസ്റ്ററി എക്സാം മിക്കവാറും നമുക്ക് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏതൊരു എക്സാമിന് വിളിച്ചു കഴിഞ്ഞാലും 6 മാസം കൊണ്ട് എക്സാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ BA ഹിസ്റ്ററിയുടെ ടെക്സ്റ്റ് ബുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഫസ്റ്റ് സെമ്മിൻ്റെ പേപ്പറാണ് ട്രെൻഡ്സ് ഇൻ ഹിസ്റ്റോറിയോഗ്രാഫി. അതിലൂടെ നമുക്ക് പഠിച്ചു പോവാം. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഇവല്യൂഷൻ ഓഫ് ഹിസ്റ്ററി ആസ് എ ഡിസിപ്ലിൻ എന്നതാണ്. നോക്കാം നമുക്ക്. ഇവല്യൂഷൻ ഓഫ് ഹിസ്റ്ററി ആസ് എ ഡിസിപ്ലിൻ. ഹിസ്റ്ററി ഈസ് ദ റിസൾട്ട് ഓഫ് ഇൻ്റർപ്ലേ ഓഫ് മാൻ വിത്ത് ഹിസ് എൻവിയോൺമെൻറ്റ് ആൻഡ് വിത്ത് ഹിസ് ഫെലോ മെൻ. അതായത് മനുഷ്യൻ അവൻ്റെ ചുറ്റുപാടുകളും സഹജീവികളുമായി നടത്തുന്ന ഇടപെടലിൻ്റെ ഫലമായിട്ട് രൂപപ്പെടുന്നതാണ് ഏത് ഹിസ്റ്ററി എന്നത്. History has its origin from Greek word historia, which means inquiry, research or exploration from the bygone days. അതായത് എന്താണ് പറഞ്ഞത്? ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ ഒരു പദം ഉരുത്തിരിഞ്ഞു വന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞ നാളുകളിൽ, ബൈഗോൺ ഡേയ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളിൽ നിന്നുള്ള അന്വേഷണം, ഗവേഷണം, പര്യവേഷണം എന്നൊക്കെ അർത്ഥം വരുന്ന ഗ്രീക്ക് പദമായിട്ടുള്ള ഹിസ്റ്റോറിയ എന്ന പദത്തിൽ നിന്നുമാണ് എന്ത് വന്നിട്ടുള്ളത്? ഹിസ്റ്ററി എന്ന പദം വന്നിട്ടുള്ളത്. ദ ജർമ്മൻ വേർഡ് ഗസ്റ്റേഷ്യ ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ടു ദ ഡിസിപ്ലിൻ വിച്ച് മീൻസ് ദ പാസ്റ്റ് ആൻഡ് മീനിങ് എക്സ്പ്ലോറേഷൻ ഓഫ് പാസ്റ്റ്. അതായത് ഗസ്റ്റേഷ്യ എന്ന ജർമ്മൻ പദവും ഈ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള സൂചിപ്പിക്കുന്ന പദമാണ്. ഇറ്റ് വാസ് ഇൻ ലേറ്റ് 19th century ദ ഹിസ്റ്റോറിയൻസ് ഡെവലപ്ഡ് എ ഫിലോസഫിക്കൽ അപ്രോച്ച് ടു ദ സബ്ജക്റ്റ്. ഈ ഒരു സബ്ജക്റ്റിന് ഒരു ദാർശനികമായിട്ടുള്ള ഒരു സമീപനം വന്നത് 19ാം നൂറ്റാണ്ടോടു കൂടിയാണ്. ഡ്യൂറിങ് ദിസ് ജങ്ക്ചർ ബോത്ത് ദ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ഇവൻറ്റ്സ് ബിക്കം ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഒരു കാലത്ത് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, അതിൻ്റെ ചരിത്ര രചനയും അതിൻ്റെ പരിണാമവും ഒക്കെ ഉണ്ടായത് ഏത് കാലത്താണ്? 19ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ ഒരു ദാർശനികമായ സമീപനം ഹിസ്റ്ററിക്ക് വന്നിട്ടുള്ളത് 19ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ നമുക്കിതിൽ കിട്ടാവുന്ന പോയിൻറ്റ്സ്, ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നത്. അതിൻ്റെ അർത്ഥം എൻക്വയറി, റിസർച്ച് ഓർ എക്സ്പ്ലോറേഷൻ ഫ്രം ദ ബൈഗോൺ ഡേയ്സ് എന്നുള്ളതാണ്. അതുപോലെ ജർമ്മൻ പദമായ ഗസ്റ്റേഷ്യ എന്ന പദത്തിൽ നിന്നുമാണ് എന്ത് വന്നിട്ടുള്ളത്? ആ പദവും ഹിസ്റ്ററി എന്ന പദത്തിനെ സൂചിപ്പിക്കാൻ തന്നെയാണ്. അതായത് മീനിങ് ഫുൾ എക്സ്പ്ലോറേഷൻ എന്ന് സൂചിപ്പിക്കുന്ന പദം തന്നെയാണ്. അതുപോലെ തന്നെ 19th century ആണ് ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച് ഹിസ്റ്ററിക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു കാലത്ത് ഡോക്യുമെൻറ്റേഷനും ഇവല്യൂഷനും ഡെവലപ്പ് ചെയ്തു. അതായത് ഹിസ്റ്ററിക്ക് അതിൻ്റെ ഇവല്യൂഷൻ, അതിൻ്റെ പരിണാമം ഹിസ്റ്ററി ഡെവലപ്പ് ചെയ്തു വരുന്നത് ഈ ഒരു കാലത്താണ്. ദസ് എ സയൻറ്റിഫിക് അപ്രോച്ച് സ്റ്റാർട്ടഡ് ഇൻ 19th century. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ ഒരു ശാസ്ത്രീയ സമീപനവും അതിന് വളരാൻ തുടങ്ങി. ആസ് എ റിസൾട്ട് a new deviation emerged in path of history which is called historiography. അപ്പോൾ എന്താണ്? ചരിത്രത്തിൻ്റെ പാതയിൽ ഒരു ഡീവിയേഷൻ, ഒരു വ്യതിയാനം ഉണ്ടായി. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുക. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ തന്നെയാണ് ഫിലോസഫിക്കലായിട്ടുള്ള അപ്രോച്ചും സയൻറ്റിഫിക്കലായിട്ടുള്ള അപ്രോച്ചും ഹിസ്റ്ററിക്ക് വന്നിട്ടുള്ളത്. ആ ഒരു സമയത്ത് ഒരു ഡീവിയേഷൻ, ഒരു വ്യതിയാനം, ചരിത്രത്തിൻ്റെ പാതയിൽ ഒരു വ്യതിയാനം ഉണ്ടായി. ഇതിനെയാണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇനി എന്താണ് ഹിസ്റ്റോറിയോഗ്രാഫി നോക്കാം. The term historiography simply means the science of writing history or the art of documentation of history. ചരിത്രരചന എന്ന പദത്തിൻ്റെ അർത്ഥം ചരിത്രം എഴുതുന്ന ശാസ്ത്രം അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എന്ന കല എന്നതാണ്. ചരിത്രത്തിൻ്റെ ശാസ്ത്രം അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, ചരിത്രം എഴുതി വെക്കുന്ന ആ ഒരു കല എന്ന അർത്ഥത്തിലാണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററി ഓർ ദ തിയറി ഓഫ് ഹിസ്റ്ററി. ഇതിന് ചരിത്രത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ സിദ്ധാന്തം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സം സ്കോളേഴ്സ് ഡിഫൈൻസ് ഇറ്റ് ആസ് എ സയൻസ് ഓഫ് ഹിസ്റ്ററി. ഇതിന് എന്താണ്? ചില പണ്ഡിതന്മാർ എന്താ പറഞ്ഞത്? ചരിത്രത്തിൻ്റെ ശാസ്ത്രമായിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ എവല്യൂഷൻ ഓഫ് ദ ഐഡിയാസ് ആൻഡ് ടെക്നിക്സ് അസോസിയേറ്റഡ് വിത്ത് ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി. ഇറ്റ് ഇൻക്ലൂഡ്സ്, ഇതിൽ എന്താ അടങ്ങിയിരിക്കുന്നത്? ദ എവല്യൂഷൻ ഓഫ് ദ ഐഡിയാസ് ആൻഡ് ടെക്നിക്സ്. The evolution of the ideas and techniques associated with the writing of history and the changing attitudes towards the nature of history itself. അതായത്
ചരിത്രരചനയുമായി ബന്ധപ്പെട്ട ആശയങ്ങളുടെയും സങ്കേതങ്ങളുടെ നാമവും അതുപോലെ ചരിത്രത്തിൻ്റെ സ്വഭാവത്തോടുള്ള മാറിക്കൊണ്ടിരിക്കുന്ന മനോഭാവവും ഒക്കെ ഏതിൽ ഉൾപ്പെടുന്നുണ്ട്? ഈ ഒരു ഹിസ്റ്റോറിയോഗ്രാഫി എന്നതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ സം സ്കോളേഴ്സ് ഡിഫെൻസ് ദ സയൻസ് ഓഫ് ഹിസ്റ്ററി. ഹിസ്റ്ററി എന്നത് ഹിസ്റ്ററിയുടെ സയൻസ് ശാസ്ത്രമാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ്, ഇതിൽ അടങ്ങിയിരിക്കുന്നു, ദ ഇവല്യൂഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് ടെക്നിക്സ്, ആശയങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും ഇവല്യൂഷൻ, പരിണാമം, അസോസിയേറ്റഡ് വിത്ത് റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി, ചരിത്രം എഴുതുന്ന രംഗത്തുണ്ടായിട്ടുള്ള പരിണാമങ്ങളും, ആൻഡ് ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ദ നാച്ചർ ഓഫ് ഹിസ്റ്ററി, അതായത് ആ മാറിക്കൊണ്ടിരിക്കുന്ന ചരിത്രത്തോടുള്ള മാറിക്കൊണ്ടിരിക്കുന്ന മനോഭാവം, അതും ഇതിൻ്റെ ഈ ഹിസ്റ്റോറിയോഗ്രാഫി എന്നതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ ദ ടേം ഹിസ്റ്റോറിയോഗ്രാഫി സിംപ്ലി മീൻസ് ദ സയൻസ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി ഓർ ദ ആർട്ട് ഓഫ് ദ ഡോക്യുമെൻറ്റേഷൻ ഓഫ് ഹിസ്റ്ററി. അതായത് ചരിത്രരചന എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ചരിത്രത്തിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എന്ന കല എന്നോ അല്ലെങ്കിൽ ചരിത്രം എഴുതുന്ന ശാസ്ത്രം എന്നോ ആണ് അർത്ഥം. ഇനി ഫോർ ദ കെയർഫുൾ റീകൺസ്ട്രക്ഷൻ ഓഫ് ഹിസ്റ്ററി സം പ്രീ കണ്ടീഷൻസ് ആർ ദർ. അതായത് ചരിത്രത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള പുനർനിർമ്മാണത്തിന് ചില പ്രീ കണ്ടീഷൻസ് അല്ലെങ്കിൽ മുൻ വ്യവസ്ഥകളൊക്കെ ഉണ്ട്. എന്താണ്? ദ റെസിഡ്യൂസ് ആൻഡ് റെക്കോർഡ്സ് ആർ ദ ഫസ്റ്റ് വൺ വിച്ച് ക്യാരി ലോഡ്സ് ഓഫ് ഇൻഫോർമേഷൻ. അതായത് റെസിഡ്യൂസ് മീൻസ് അവശിഷ്ടങ്ങൾ, റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ രേഖകൾ, ഇവയൊക്കെ ധാരാളം വിവരങ്ങൾ വഹിക്കുന്ന ഘടകങ്ങളാണ്. റെസിഡ്യൂസ് എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ അതായത് പുരാവസ്തു അവശിഷ്ടങ്ങൾ പോലുള്ളത്. ആർ ദ ഫസ്റ്റ് വൺ വിച്ച് ക്യാരി ലോഡ്സ് ഓഫ് ഇൻഫർമേഷൻ, ധാരാളം ഇൻഫർമേഷൻ നമുക്ക് തരുന്ന രീതിയിലുള്ളതാണ്. ക്രിട്ടിക്കൽ മെത്തേഡ് ഷുഡ് ബി ഫോളോഡ് ടു അനലൈസ് ദ സോഴ്സ് മെറ്റീരിയൽ ആൻഡ് എ സയൻറ്റിഫിക് അപ്രോച്ച് ഈസ് നീഡഡ്. അതായത് ക്വാസി ഹിസ്റ്ററി എന്ന പദം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ക്വാസി ഹിസ്റ്ററി എന്ന പദം ക്ലാസിക്കൽ അല്ലെങ്കിൽ പ്രീ ക്ലാസിക്കൽ കോമ്പോസിഷനിൽ വിശദീകരിക്കാൻ സൂചിപ്പിക്കുന്നതാണ്. അതായത് ക്വാസി മീൻസ് ഹാഫ് ആൻഡ് ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് വി ആർ കൺഫേർഡ് വിത്ത് ന്യൂമറസ് ക്ലാസിക്സ് വിത്ത് ക്യാരി ഹാഫ് ഹിസ്റ്ററി. അതായത് പകുതി ചരിത്രം ഉൾക്കൊള്ളുന്ന നിരവധി ക്ലാസിക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ അതായത് അതിൽ പകുതി ചരിത്രവും ബാക്കി എന്തായിരിക്കും? കുറേ കൂട്ടിച്ചേർക്കലുകളായിരിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ പകുതി ചരിത്രം ഉൾക്കൊള്ളുന്ന നിരവധി ക്ലാസിക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വി കൻ നോട്ട് റിലേ ഓൺ ദ ഇൻഫർമേഷൻ ഫ്രം ദ ക്ലാസിക് ആസ് സച്ച് ബട്ട് ദർ ആർ ടിൻസ് ഓഫ് റിയാലിറ്റി ഇൻ ഇറ്റ്. അതായത് ഈ ക്ലാസിക്കുകളിൽ നിന്നുള്ള വിവരങ്ങളെ നമുക്ക് എന്ത് ചെയ്യല്ല, നേരിട്ട് ആശ്രയിക്കാൻ കഴിയില്ല. പക്ഷേ അതിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകും. നമ്മൾ പഴയകാല കഥകൾ പറയുമ്പോൾ കുറേ അതിൽ റിയൽ സ്റ്റോറീസ് ഉണ്ടാവും, അതിലേക്ക് കുറേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസിക്കുകളായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതിനെ നമുക്ക് നേരിട്ട് എഴുതാൻ പറ്റില്ല, പക്ഷേ നമുക്കതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ടാവും. സോ ക്വാസി ഹിസ്റ്ററി മീൻസ് ഹാഫ് ഹിസ്റ്ററി ആൻഡ് വൈൽ ഡീലിംഗ് വിത്ത് ദ സോഴ്സ് ഓഫ് ക്വാസി ഹിസ്റ്റോറിക്കൽ ഇൻ നാച്ചർ വൺ ഷുഡ് ബി very careful to evaluate and interpret the events incidents. അതായത് അതുകൊണ്ട് തന്നെ അർദ്ധചരിത്രം അർത്ഥമാക്കുന്നത് പകുതി ചരിത്രമാണ്. അർദ്ധചരിത്രപരമായ സ്രോതസ്സുകൾ കൈകാര്യം ചെയ്യുമ്പോൾ സംഭവങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ വിലയിരുത്തലുകളും വ്യാഖ്യാനിക്കലുമൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. ക്വാസി ഹിസ്റ്ററിയുടെ പ്രത്യേകതയാണ് അതിൽ പകുതി ഹിസ്റ്ററിയും ബാക്കി ക്ലാസിക്കൽ കോമ്പോസിഷൻസുമാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ അതിൽ കൂട്ടിച്ചേർക്കതും അല്ലെങ്കിൽ മിത്തായിട്ടുള്ള കഥകളും ഒക്കെ ചേർന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് പക്ഷേ ഹിസ്റ്ററിയെ നമുക്ക് ചകഞ്ഞെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി നാച്ചർ ആൻഡ് ക്യാരക്ടർ ഓഫ് ഗ്രീക്ക് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്. ഗ്രീക്ക് ചരിത്രരചനയുടെ സ്വഭാവവും അതുപോലെ തന്നെ അതിൻ്റെ പ്രകൃതവും. ഗ്രീക്ക് ഹിസ്റ്റോറിയോഗ്രാഫി ഒറിജിനേറ്റഡ് ഇൻ ആക്ടിവിറ്റീസ് ഓഫ് റൈറ്റേഴ്സ് കോൾഡ് ലോഗോഗ്രാഫി അല്ലെങ്കിൽ ലോഗോഗ്രാഫേഴ്സ്. അതായത് ലോഗോഗ്രാഫി അല്ലെങ്കിൽ ലോഗോഗ്രാഫേഴ്സ് എന്ന് വിളിക്കുന്ന എഴുത്തുകാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ഗ്രീക്ക് ചരിത്ര രചന ആരംഭിക്കുന്നത്. ലോഗോഗ്രാഫി വാസ് ദ പ്രോസ് കോമ്പിനേഷൻ ഓഫ് ഓറൽ ട്രഡീഷൻസ് റിലേറ്റിംഗ് ടു ദ ഒറിജിൻ ഓഫ് ടൗൺസ്. അതായത് പട്ടണങ്ങളുടെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട വാമൊഴി പാരമ്പര്യങ്ങളുടെ ഒരു ഗദ്യ സമാഹാരമാണ് പ്രോസ് എന്ന് പറഞ്ഞാൽ ഗദ്യ സമാഹാരമാണ് ഇത് ലോഗോഗ്രഫി എന്ന് പറയുന്നത്. അതായത് പട്ടണങ്ങളുടെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട് കുറേ വാമൊഴിയായിട്ട് അതിങ്ങനെ പറഞ്ഞ് കേട്ട കുറേ കഥകളുണ്ടാവും. ഈ വാമൊഴി
പാരമ്പര്യങ്ങളുടെ ഒരു ഗദ്യ രൂപത്തിൽ എഴുതി വെച്ചതിനെയാണ് ലോഗോഗ്രാഫി എന്ന് പറയുക. ഗ്രീക്ക് ഹിസ്റ്റോറിയോഗ്രാഫി റെഫേഴ്സ് ടു ഹെലനിക് എഫേർട്സ് ടു ട്രാക്ക് ആൻഡ് റെക്കോർഡ് ഹിസ്റ്ററി. അതായത് ഗ്രീക്ക് ചരിത്രം എന്നുള്ളത് ചരിത്രത്തെ ട്രാക്ക് ചെയ്യാനും രേഖപ്പെടുത്താനുമുള്ള ഹെലനിക് ശ്രമങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ഹെലനിസ്റ്റിക് ഹിസ്റ്ററിയാണ് ഗ്രീക്ക് ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ദെൻ by the 15th century BC, it became the integral part of ancient Greek literature and held a prestigious place in late Byzantine literature. അതായത് ഇത് പിന്നീട് BC 5-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ഈ ഒരു ഹെലനിസ്റ്റിക് ഹിസ്റ്ററി പുരാതന ഗ്രീക്ക് സാഹിത്യത്തിൻ്റെ അന്തർഭാഗമായിട്ട് മാറുകയും അതായത് ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുകയും പിൽക്കാല ബൈസാന്റിയൻ സാഹിത്യത്തിൽ അതിന് അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ വഹിക്കാൻ അതിനൊരു സ്ഥാനം വഹിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദ കീ പോയിന്റ്സ് ഓഫ് ആൻഷ്യന്റ് ഗ്രീക്ക് ഫിലോസഫി വാസ് ദ റോൾ ഓഫ് റീസൺ ആൻഡ് എൻക്വയറി. പുരാതന ഗ്രീക്കിലെ പ്രധാന പോയിന്റുകളിൽ ഒന്ന് യുക്തിയുടെയും അന്വേഷണത്തിൻ്റെയും പങ്കായിരുന്നു. അതായത് പുരാതന ഗ്രീക്കിൽ ഉണ്ടായിരുന്ന അവരുടെ സാഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് എന്താണ് റീസൺ ആൻഡ് എൻക്വയറി, അന്വേഷണത്തിൻ്റെയും യുക്തിയുടെയും പങ്ക് നമുക്ക് കാണാൻ കഴിയും. ഇറ്റ് emphasized logic and championed the idea of impartial rational observation of natural world. എന്ന് പറഞ്ഞാൽ യുക്തിക്ക് ഊന്നൽ നൽകുകയും പുതിയ ലോകത്തെ നിഷ്പക്ഷവും യുക്തിസഹവുമായ രീതിയിൽ നിരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് emphasize logic and champion the idea of ഇമ്പാർഷ്യൽ, അതായത് ഒരു രാജാവിനെ കുറിച്ച് എഴുതുമ്പോൾ അല്ലെങ്കിൽ ആ കാലത്തെ ഒരു സംഭവത്തെക്കുറിച്ച് എഴുതുമ്പോൾ അതിന് ഇമ്പാർഷ്യൽ ആയിരിക്കണം. ദെൻ റാഷണൽ ഒബ്സർവേഷൻ, യുക്തിസഹമായിട്ടുള്ള ഒരു അന്വേഷണം, അതായത് നാച്ചുറൽ വേൾഡിനെ കുറിച്ചുള്ള ആ സമയത്തെക്കുറിച്ചുള്ള ഒരു യുക്തിസഹമായ അന്വേഷണത്തിലൂടെ ഉള്ളതായിരുന്നു. ദ ഗ്രീക്സ് മെയ്ഡ് മേജർ കോൺട്രിബ്യൂഷൻസ് ടു മാത്സ് ആൻഡ് സയൻസ്. അതായത് ഗണിതത്തിനും അതുപോലെ തന്നെ ശാസ്ത്രത്തിനും ഗ്രീക്കുകാർ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഹിസ്റ്റോറിക്കൽ പീരീഡ് ഓഫ് ആൻഷ്യന്റ് ഗ്രീക്ക് ഈസ് യുണീക്ക് ഇൻ ദ വേൾഡ് ഹിസ്റ്ററി ആസ് ദ ഫസ്റ്റ് പീരീഡ് അറ്റസ്റ്റഡ് ഡയറക്ട്ലി ഇൻ പ്രോപ്പർ ഹിസ്റ്റോറിയോഗ്രാഫി. പുരാതന ഗ്രീസിൻ്റെ ചരിത്ര കാലഘട്ടം ലോക ചരിത്രത്തിൽ ആദ്യത്തേത് പോലെ തന്നെ അത് സവിശേഷവുമാണ്. അതായത് ശരിയായിട്ടുള്ള ചരിത്രരചനകളെ സാക്ഷ്യപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമായിരുന്നു ഇത് പുരാതന ഗ്രീക്കിൻ്റെ ചരിത്ര കാലഘട്ടം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഗ്രീക്കിൻ്റെ ചരിത്രത്തിൻ്റെ സ്വഭാവം പറയുമ്പോൾ ഫസ്റ്റ് ലോഗോഗ്രഫി പറയുന്നുണ്ട്. അതായത് പട്ടണങ്ങളുടെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട വാമൊഴി പാരമ്പര്യങ്ങളുടെ ഒരു ഗദ്യ സമാഹാരമാണ് ലോഗോഗ്രഫി. അപ്പോൾ ഗ്രീക്ക് ചരിത്രരചന എന്നത് ചരിത്രത്തെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ചരിത്രത്തെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ രേഖപ്പെടുത്താനുള്ള ഹെലനിസ്റ്റിക് ശ്രമങ്ങളാണ് ഗ്രീക്ക് ചരിത്രരചനയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഇത് 5-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അതായത് ഏറ്റവും പ്രധാനം ബൈസാന്റിയൻ ലിറ്ററേച്ചറിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ഈ ഹെലനിസ്റ്റിക് ലിറ്ററേച്ചറിന് ഹെലനിസ്റ്റിക് ഹിസ്റ്റോറിയോഗ്രാഫിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പറയാനുള്ളത് നമ്മുടെ ഹെറഡോട്ടസിനെ കുറിച്ചാണ്. 84 മുതൽ 430 BC വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഹെറഡോട്ടസ്, ദ ഫാദർ ഓഫ് ഹിസ്റ്ററി, വാസ് ലിവ്ഡ് ഇൻ 5th century BC. 5-ാം നൂറ്റാണ്ടിലാണ് BC 5-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചത്. ഹി വാസ് ബോൺ ഇൻ ആൻ എക്സോൾട്ടഡ് ഫാമിലി ഇൻ ഹാലികാർണസസ് അബൌട്ട് 483 BC. 484 BC-യിൽ ഹാലികാർണസസിലെ ഒരു ഉന്നത കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഹി ലവ്ഡ് ടു ട്രാവൽ ഫോർ ഡിസ്റ്റന്റ് പ്ലേസസ് വിച്ച് ഹി വാസ് ബോൺ ഇൻ എക്സോൾട്ടഡ് ഫാമിലി ഇൻ ഹാലികാർണസസ് എബൌട്ട് 484 BC. 484 BC-യിൽ ഹാലികാർണസിലെ ഒരു ഉന്നത കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഹി ലവ്ഡ് ടു ട്രാവൽ ഫോർ ഡിസ്റ്റന്റ് പ്ലേസസ് വിത്ത് മോൾഡഡ് ഹിസ്റ്റോറിക്കൽ സെൻസ്. അപ്പോൾ തൻ്റെ ചരിത്രബോധം രൂപപ്പെടുത്തിയ മോൾഡ് ചെയ്ത വിദൂര സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടു. ഹി റോട്ട് ഓൺ ഗ്രീക്കോ പേർഷ്യൻ വാർ 6th century and 5th century BC. അതായത് അദ്ദേഹം എന്തിനെക്കുറിച്ച് എഴുതി 6-5 നൂറ്റാണ്ടുകളിൽ നടന്ന ഗ്രീക്കോ പേർഷ്യൻ യുദ്ധത്തെക്കുറിച്ച് അദ്ദേഹം എഴുതി. ഹി ഡെപ്പിക്സ് ദ ഹിസ്റ്ററി ഓഫ് പേർഷ്യൻ റൂളേഴ്സ് ആൻഡ് ദ റൈസ് ഓഫ് ഫാൾസ് ഓഫ് മാഡിയൻ എംപയർ. അദ്ദേഹം എന്തിനെക്കുറിച്ചും കൂടി പറയുന്നുണ്ട്, ഭരണാധികാരികളെക്കുറിച്ചും മാഡിയൻ സാമ്രാജ്യത്തിൻ്റെ ഉദയവും പതനത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇറ്റ് വാസ് സിസേറോ who called Herodotus the father of history.
അപ്പോൾ അദ്ദേഹത്തെ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് വിശേഷിപ്പിച്ചത് സിസറോ ആണ്. ഹി ട്രാവൽഡ് ലോങ് ഡിസ്റ്റൻസസ് ടു ഹാവ് ആൻ ആക്സസ് ടു ദ സോഴ്സസ്. ചരിത്രം എഴുതാനുള്ള സ്രോതസ്സുകൾക്കായി അദ്ദേഹം കുറേ ദീർഘദൂരങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് ഹെറോഡോട്ടസ് ഹു ഫ്രീഡ് ഹിസ്റ്ററി ഫ്രം ലോഗോഗ്രാഫി. അദ്ദേഹം ചരിത്രത്തെക്കുറിച്ചുള്ള വാമൊഴി പാരമ്പര്യം എന്ന ലോഗോഗ്രാഫിയിൽ നിന്ന് അദ്ദേഹം ചരിത്രത്തെ മോചിപ്പിച്ചു. Then there are many criticism for history of Herodotus. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിന് ധാരാളം എതിർപ്പുകളുണ്ടായി. സച്ച് ഇറ്റ് വാസ് ഓവർഫിൽഡ് വിത്ത് ഐഡിയോമാറ്റിക് ലിറ്ററേച്ചർ. അതായത് അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ തിങ്ങി നിറഞ്ഞ് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ദ വേ ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ് പ്രോപ്പർലി, അത് നേരിട്ട് ആ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിലായിരുന്നില്ല. ഹി ഡിഡ് നോട്ട് അപ്രോച്ച് ദ സോഴ്സസ് വിത്ത് ക്രിട്ടിക്കൽ തിങ്കിങ്. ഒരു വിമർശനാത്മക സമീപത്തോടെയല്ല അദ്ദേഹം സോഴ്സസിനെ, ഉറവിടങ്ങളെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഡെസ്പൈറ്റ് ഓൾ ദിസ് ക്രിറ്റിസിസം ദ വർക്ക് ഡൺ ബൈ ഹെറോഡോട്ടസ് ഈസ് നോട്ട് വർത്തി. ഇങ്ങനെയുള്ള വിമർശനങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇപ്പോഴും ശ്രദ്ധേയമായവയാണ്. ഇനി നാച്ചർ ഓഫ് മെഡീവൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്, സെൻറ്റ് അഗസ്റ്റിൻ ഇബിൻ ഖൽദൂൻ. മധ്യകാല രചനയിലെ സ്വഭാവം, അതിൽ സെൻറ്റ് അഗസ്റ്റിനും ഇബിൻ ഖൽദൂൻ്റെയൊക്കെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞത്. ദ മെഡീവൽ ഹിസ്റ്റോറിയോഗ്രാഫി ഈസ് മോൾഡഡ് ബൈ ഡോഗ്മാസ് ഓഫ് ക്രിസ്ത്യാനിറ്റി. മധ്യകാല ചരിത്രം ക്രിസ്തുമതത്തിൻ്റെ പിടിവാശിയായി രൂപപ്പെട്ടിട്ടുള്ളതാണ്. ഇറ്റ് വാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഗ്രീക്കോ റഷ്യൻ ട്രഡീഷൻ. എന്നാണ്, ഗ്രീക്കോ റോമൻ പാരമ്പര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധമുള്ളതായിരുന്നില്ല. വി കനോട്ട് സീ എനി റാപ്പോർട്ട് വിത്ത് ദിസ് ക്ലാസിക്കൽ ട്രഡീഷൻ. ഈ ക്ലാസിക്കൽ പാരമ്പര്യമായിട്ട് ഒരു ബന്ധവും നമുക്ക് കാണാൻ കഴിയില്ല. മധ്യകാല ചരിത്രരചന യുക്തിസഹമായിട്ടുള്ള ചിന്തയെ അടിസ്ഥാനമാക്കി ഉള്ളതായിരുന്നില്ല. ഇതിനെ സഭാ ചരിത്രരേഖ എന്നും വിളിക്കുന്നുണ്ട്. ദ മെഡീവൽ ഹിസ്റ്റോറിയോഗ്രാഫി വാസ് നോട്ട് ബേസ്ഡ് ഓൺ റാഷണൽ തിങ്കിങ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ ചർച്ച് ഹിസ്റ്റോറിയോഗ്രാഫി. ഇതിനെ സഭാ ചരിത്ര രേഖ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി സെൻറ്റ് അഗസ്റ്റിനെ കുറിച്ചാണ്. 354 മുതൽ 430 AD വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. സെൻറ്റ് അഗസ്റ്റിൻ വാസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ചർച്ച് ഹിസ്റ്റോറിയൻസ്. സഭാചരിത്രാരംഭിൽ ഏറ്റവും മഹാനായിരുന്നു അദ്ദേഹം. ഹി വാസ് എ മൾട്ടി ഫേസിറ്റഡ് പേഴ്സണാലിറ്റി ലൈക്ക് പോയറ്റ്, ഫിലോസഫർ, തിയോളജിസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ തിങ്കർ. അദ്ദേഹം ഒരേ സമയം കവി, തത്വചിന്തകൻ, ദൈവശാസ്ത്രജ്ഞൻ, അതുപോലെ തന്നെ രാഷ്ട്രീയ ചിന്തകൻ, ഇങ്ങനെയെല്ലാം ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. ഹീ ഈസ് ദ ഓഥർ ഓഫ് കോസി ഹിസ്റ്റോറിക്കൽ വർക്ക് ദ സിറ്റി ഓഫ് ഗോഡ്. ദ സിറ്റി ഓഫ് ഗോഡ് റിട്ടൺ ബൈ സെൻറ്റ് അഗസ്റ്റിൻ വിച്ച് ഹാസ് 22 വോളിയംസ്. 22 വോളിയംസ് ഉള്ള സിറ്റി ഓഫ് ഗോഡ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരായിരുന്നു? സെൻറ്റ് അഗസ്റ്റിൻ ആയിരുന്നു. സെൻറ്റ് അഗസ്റ്റിൻ ടെൽസ് ദ വേൾഡ് ഈസ് റൂൾഡ് ബൈ 2 ഫോഴ്സസ്, നെയിംലി ഗോഡ് ആൻഡ് ഡെവിൾ. ദൈവം, പിശാച് എന്ന 2 ശക്തികളാണ് ലോകത്തെ ഭരിക്കുന്നത്. ഓൾമോസ്റ്റ് ഓൾവേസ് വി ക്യാൻ സീ ദ കോൺഫ്ലിക്റ്റ് ഓഫ് സച്ച് ഫോഴ്സസ് എവരിവെയർ ഇൻ ദ വേൾഡ്. അത്തരം ശക്തികളുടെ സംഘടനവും എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. അതായത് എന്താണ്, അൾട്ടിമേറ്റ്ലി ഗോഡ് വിൽ വിൻ ഓവർ ദ ഡെവിൾ ഓർ ദ ഈവിൾ ഫോഴ്സ്. അതായത് ഈവിൾ ഫോഴ്സ്, പൈശാചിക ശക്തിക്ക് മുകളിൽ നന്മ വിജയിക്കുമെന്നുള്ള ഒരു തിയറിയാണ് അതിൽ അദ്ദേഹം പറയുന്നത്. ഗോഡ് മേക്സ് എവറിത്തിങ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് വേൾഡ് ആൻഡ് ഹ്യൂമൻ ബീയിങ് ജസ്റ്റ് ഇമിറ്റേറ്റ്സ് ഇറ്റ്. അതായത് ദൈവം തൻ്റെ ലോകത്തിനെ എല്ലാം മനോഹരമാക്കും, മനുഷ്യനെ എന്ത് ചെയ്യുക, അതിനെങ്ങനെ അനുകരിക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. സോ ദിസ് വേൾഡ് ഈസ് നത്തിങ് ബട്ട് ദ സിറ്റി ഓഫ് ഗോഡ്. അതായത് അതിനാൽ ലോകം ദൈവത്തിൻ്റെ നഗരമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഈ ഒരു സിറ്റി ഓഫ് ഗോഡ് എന്ന 22 വോളിയംസ് സെൻറ്റ് അഗസ്റ്റിൻ്റെ ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇനി വരുന്നത് ഇബിൻ ഖൽദൂനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1332 മുതൽ 1406 വരെയാണ് ഇബിൻ ഖൽദൂൻ്റെ കാലഘട്ടം. ഇബിൻ ഖൽദൂൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് അറബ് ഹിസ്റ്റോറിയൻ. അദ്ദേഹം ഒരു അറബ് ഹിസ്റ്റോറിയനാണ്. ഹീ ഈസ് കൺസിഡേർഡ് ആസ് ദ എക്സ്പോണൻറ്റ് ഓഫ് ദ സയൻറ്റിഫിക് അപ്രോച്ച് ഇൻ ഹിസ്റ്ററി. അതായത് ശാസ്ത്രീയ സമീപനത്തിൻ്റെ വക്താവായിട്ട് അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു. അറബ് ഹിസ്റ്റോറിയനാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1332 ടു 1406 വരെയാണ്. ഹിസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കാണ് ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഈസ് ദ യൂണിവേഴ്സൽ ഹിസ്റ്ററി. 7 വോളിയംസിൽ എഴുതിയ യൂണിവേഴ്സൽ ഹിസ്റ്ററിയാണ്. ബട്ട് ഹീ ഈസ് ഫേമസ് വിത്ത് ദ പ്രീഫേസ് ഓഫ് ദ വർക്ക് വിച്ച് ഈസ് നോൺ ആസ് മുഖദ്ദമ. അദ്ദേഹത്തിൻ്റെ ആ ഒരു
വർക്കിൻ്റെ പ്രീഫേസ് ആമുഖത്തിൻ്റെ പേര് മുഖദ്ദമ എന്ന പേരിലാണ്. To Ibn Khaldun, history is not the records of the all phenomena but a description of the social bondage, and that bondage can be psychological or external. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രം എന്നുള്ളത് എന്താണ്? എല്ലാ പ്രതിഭാസങ്ങളുടെയും രേഖകളല്ല, മറിച്ച് സാമൂഹിക അടിമത്തത്തിൻ്റെ വിവരണങ്ങളാണ് എന്നത്. സോഷ്യൽ ബോണ്ടേജിൻ്റെ അല്ലെങ്കിൽ പരസ്പരമുള്ള അടിമത്തം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എല്ലാ പ്രതിഭാസങ്ങളുടെയും രേഖകളല്ല, പക്ഷേ സാമൂഹിക ബന്ധങ്ങളുടെ വിവരണമാണ്. ദ ബോണ്ടേജ് ക്യാൻ ബി സൈക്കോളജിക്കൽ ഓർ എക്സ്റ്റേണൽ. അത് മാനസികമോ ബാഹ്യമോ ആയിട്ടുള്ള ബന്ധങ്ങളാവാം. അതിനെക്കുറിച്ചുള്ള വിവരണമാണ് എന്ത് ചരിത്രം എന്ന് പറഞ്ഞാൽ. ഹി ഓൾവേസ് സ്റ്റുഡ് ഫോർ ദ സൈക്ലിക്കൽ തിയറി ഓഫ് ഹിസ്റ്ററി. അദ്ദേഹം എന്താണ്? ചരിത്രത്തിൻ്റെ ചാക്രിക സിദ്ധാന്തത്തിൽ അദ്ദേഹം വിശ്വസിച്ചു. ഹി ആർഗ്യൂസ് ദാറ്റ്, അദ്ദേഹം എന്താണ് വാദിക്കുന്നത്? ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് എനി എംപയർ ഈസ് എ നാച്ചുറൽ പ്രോസസ് ജസ്റ്റ് ആസ് എ റൈസ് ആൻഡ് റൂയിൻ ഓഫ് എനി ഓർഗാനിസം. ഇതൊരു ജീവിയും നശിക്കുന്നത് പോലെ തന്നെ ഒരു എംപയർ ഉണ്ടാവുന്നതും നശിച്ചു പോകുന്നതും അതെന്താണ്? ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അക്കോർഡിംഗ് ടു ഇബിൻ ഖൽദൂൻ, ഈച്ച് സൊസൈറ്റി ഹാസ് എ ഡെഫിനിറ്റ് ടൈം. ഏതൊരു സമൂഹത്തിനും ഒരു നിശ്ചയിക്കപ്പെട്ട ഒരു സമയമുണ്ടാവും. ദ സൊസൈറ്റി പ്രൊസീഡ് ത്രൂ 2 ഡെഫിനിറ്റ് ഫേസസ്, ദാറ്റ് ഈസ് റൂറൽ ആൻഡ് അർബൻ. അതായത് 2 ഘട്ടങ്ങളിലൂടെ 2 ഫേസസിലൂടെയാണ് ഒരു സൊസൈറ്റി മുന്നോട്ട് പോവുക. വെൻ എ മെറ്റാമോർഫോസിസ് ഹാപ്പൻസ് ടു എ സൊസൈറ്റി ഫ്രം റൂറൽ ടു അർബൻ, ഇറ്റ്സ് ഇന്നേറ്റ് വിഗർ ഫെയ്ഡ്സ്. അതായത് 2 നിശ്ചിത ഘട്ടങ്ങൾ, അതായത് ഗ്രാമവും നഗരവും ഒരു മോർഫോസിസ് അല്ലെങ്കിൽ ഒരു രൂപാന്തരം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രയാണം, ഫ്രം റൂറൽ ടു അർബൻ, ഇന്നേറ്റ് വിഗർ, അതെന്തുണ്ടാക്കുന്നു? ഒരു ഊർജം ഉണ്ടാക്കിയെടുക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറഞ്ഞത് കമ്പയർഡ് ദ സയൻസ് ഓഫ് ഹിസ്റ്ററി വിത്ത് ദ സയൻസ് ഓഫ് കൾച്ചർ. അതായത് ഹിസ്റ്ററിനെ ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കുന്നതോടൊപ്പം തന്നെ അതിനെ എന്തിനോടും കൂടി ചേർത്ത് വ്യാഖ്യാനം തുടങ്ങി? സംസ്കാരവുമായിട്ടും കൂടി ചേർത്ത് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അതാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂളിൽ പറയാനുള്ളത്. നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കാം, പഠിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഓരോ ചാപ്റ്ററും പഠിച്ച് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ഭാഗം, ഇവല്യൂഷൻ ഓഫ് ഹിസ്റ്ററി ആസ് എ ഡിസിപ്ലിൻ. History is a result of interplay of man with his environment and with his fellow men. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനുഷ്യൻ അവൻ്റെ ചുറ്റുപാടുകളുമായിട്ടും സഹജീവികളുമായി നടത്തുന്ന ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ചരിത്രം രൂപപ്പെടുന്നത്, അല്ലേ? അപ്പോൾ ഹിസ്റ്റോറിയ എന്ന പദം ഏത് ഭാഷയിലാണ്? ഗ്രീക്ക് ഭാഷയിലാണ്. അതിൻ്റെ അർത്ഥം എൻക്വയറി, റിസർച്ച് ഓർ എക്സ്പ്ലോറേഷൻ ഫ്രം ബൈഗോണ്ടസ്. അതായത് മുൻകാലങ്ങളിലുള്ള കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും ഗവേഷണവും പരിവേഷണവും എന്നൊക്കെ അർത്ഥം വരുന്ന ഹിസ്റ്റോറിയ എന്ന പദത്തിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ദ ജർമ്മൻ വേർഡ് ഗസ്റ്റേഷ്യോ also contributes the discipline which means past and meaningful exploration of the past. അതായത് കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള മീനിങ് ആയിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള എക്സ്പ്ലോറേഷനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ജർമ്മൻ പദമാണ് ഗസ്റ്റേഷ്യ എന്നുള്ളത്. ഇറ്റ് വാസ് ദ ലേറ്റ് 19th century. Historians developed as ഫിലോസഫിക്കൽ അപ്രോച്ച് ടു ദ സബ്ജക്റ്റിന്, അതായത് ഹിസ്റ്ററിക്ക് ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച് വന്നത് 19th സെഞ്ച്വറിയാണ്, സയൻറ്റിഫിക് അപ്രോച്ച് വന്നത് 19th സെഞ്ച്വറിയാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഡീവിയേഷൻ എമേർജ്ഡ്, ഒരു വ്യതിയാനമുണ്ടായി ഇൻ ദ പാത്ത് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ പാതയിൽ. ദാറ്റ് ഈസ് കോൾഡ് ഹിസ്റ്റോറിയോഗ്രാഫി. അതിനെയാണ് എന്ത് പറയുക? ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുക. ഇനി ഹിസ്റ്റോറിയോഗ്രാഫി, ദ ടേം ഹിസ്റ്റോറിയോഗ്രാഫി സിംപ്ലി മീൻസ് ദ സയൻസ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി ഓർ ദ ആർട്ട് ഓഫ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് ഹിസ്റ്ററി. ദ ടേം ഹിസ്റ്റോറിയോഗ്രാഫി simply means the science of writing of history. The science of writing of ഹിസ്റ്ററി ഓർ ദ ആർട്ട് ഓഫ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് ഹിസ്റ്ററി. അതായത് ചരിത്രരചന എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? അതായത് ചരിത്രം എഴുതുന്ന ശാസ്ത്രം അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എന്ന കല എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററി ഓർ ദ തിയറി ഓഫ് ഹിസ്റ്ററി. ഇതിന് ചരിത്രത്തിൻ്റെ ചരിത്രമെന്നും ചരിത്രത്തിൻ്റെ സിദ്ധാന്തമെന്നും ഒക്കെ വിളിക്കപ്പെടുന്നുണ്ട്. സം സ്കോളേഴ്സ് ഡിഫൈൻസ് ആസ് എ സയൻസ് ഓഫ് ഹിസ്റ്ററി. ചില ചരിത്രകാരന്മാർ എന്താ പറയുന്നത്? അതായത്
ചരിത്രത്തെ ശാസ്ത്രീയമായിട്ടാണ് അവർ കാണുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഇവല്യൂഷൻ ഓഫ് ദ ഐഡിയാസ് ആൻഡ് ടെക്നിക്സ് അസോസിയേറ്റഡ് വിത്ത് ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ദ ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ദ നാച്ചർ ഓഫ് ഹിസ്റ്ററി. അതായത് ചരിത്രരചനയുമായി ബന്ധപ്പെട്ട ആശയങ്ങളുടെയും സങ്കേതങ്ങളുടെയും പരിണാമവും അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ സ്വഭാവത്തോടുള്ള മാറിക്കൊണ്ടിരിക്കുന്ന മനോഭാവത്തെയും ഒക്കെ ഈ ഒരു ചരിത്രരചന എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഫോർ ദ കെയർഫുൾ റീകൺസ്ട്രക്ഷൻ ഓഫ് ഹിസ്റ്ററി സം പ്രീ കണ്ടീഷൻസ് ആർ ദർ. അതായത് ചരിത്രത്തെ സൂക്ഷ്മമായ രീതിയിൽ പുനർനിർമ്മിക്കുന്നതിന് മുന്നേ നിശ്ചയിച്ച കുറേ വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ദ റെസിഡ്യൂസ് ആൻഡ് റെക്കോർഡ്സ് ആർ ഫസ്റ്റ് വൺ വിച്ച് ക്യാരി ലോഡ്സ് ഓഫ് ഇൻഫർമേഷൻ. കുറേ ഇൻഫോർമേഷൻസ് ക്യാരി ചെയ്യുന്ന എന്തുണ്ട്, രേഖകളും അവശിഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. ഇതിന് എന്ത് ചെയ്യണം, ക്രിട്ടിക്കൽ മെത്തേഡ് ഷുഡ് ബി ഫോളോഡ് ടു അനലൈസ് ദ സോഴ്സ് മെറ്റീരിയൽ ആൻഡ് സയൻറ്റിഫിക് അപ്രോച്ച് ഈസ് നീഡഡ്. ഇതിനെ അനലൈസ് ചെയ്യാൻ എന്ത് വേണം, ക്രിട്ടിക്കൽ മെത്തേഡ്സ് വേണം. ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ അതിനെ നേരിട്ട് കാണുന്ന പോലെയല്ല, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, വിമർശനാത്മകമായിട്ട് വിലയിരുത്തിയിട്ട് വേണം നമ്മളതിന് ഒരു ചരിത്ര രൂപം നൽകാൻ. മാത്രമല്ല ഇത് വ്യാഖ്യാനിക്കുന്ന ഈ സോഴ്സിനെ വ്യാഖ്യാനിക്കുന്ന ആൾക്ക് എന്ത് വേണം, എ ഹിസ്റ്റോറിക്കൽ സെൻസ് ഷുഡ് ബി ഇൻകൾക്കേറ്റഡ് ബൈ ദ ഇൻ്റർപ്രറ്റർ. ഈ വ്യാഖ്യാനിക്കുന്ന ആൾക്ക് ഒരു ഹിസ്റ്റോറിക്കൽ സെൻസും കൂടി ആവശ്യമാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ക്വാസി ഹിസ്റ്ററിയാണ്, അതായത് അർദ്ധചരിത്രം. എന്താണ് അർദ്ധചരിത്രം? ദ ടേം ക്വാസി ഹിസ്റ്ററി ഡിനോട്ട്സ് ടു എക്സ്പ്ലെയിൻ ദ ക്ലാസിക്കൽ ഓർ പ്രീ ക്ലാസിക്കൽ കോമ്പോസിഷൻ. അതായത് ക്ലാസിക്കലും പ്രീ ക്ലാസിക്കലുമായിട്ടുള്ള കോമ്പോസിഷനിലെ അതിനെ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഇത് ക്വാസി ഹിസ്റ്ററി. അപ്പോൾ ഈ ക്വാസി ഹിസ്റ്ററിയിൽ ഹാഫ് ഹിസ്റ്ററിയും ഹാഫ് ആയിട്ടുള്ള ക്ലാസിക്കലായിട്ടുള്ള കാര്യങ്ങളുമാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റില്ലെങ്കിലും അത് നമുക്ക് എന്ത് കിട്ടും, വി ക്യാൻ നോട്ട് റിലേ ഓൺ ദ ഇൻഫർമേഷൻ ഫ്രം ക്ലാസിക് ആസ് സച്ച് ബട്ട് ദർ ആർ ടിൻസ് ഓഫ് റിയാലിറ്റി. അതിൽ ചെറിയ ചെറിയ റിയാലിറ്റീസ് ആ ഒരു ക്ലാസിക്കൽ ഹിസ്റ്ററിയിൽ ഉണ്ടാവും. സോ ക്വാസി ഹിസ്റ്ററി മീൻസ് ഹാഫ് ഹിസ്റ്ററി ആൻഡ് വൈൽ ഡീലിംഗ് വിത്ത് ദ സോഴ്സസ് ക്വാസി ഹിസ്റ്റോറിക്കൽ ഇൻ നാച്ചർ വൺ ഷുഡ് ബി വെരി കെയർഫുൾ ടു ഇവാലുവേറ്റ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ ഇവൻറ്റ്സ് ആൻഡ് ഇൻസിഡൻസ്. ഓക്കെ, അപ്പോൾ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ സംഭവങ്ങളും ഒക്കെ വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ വേണം വിലയിരുത്താൻ, അല്ലേ? അപ്പോൾ അർദ്ധചരിത്ര സ്രോതസ്സുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഹിസ്റ്ററിയിലേക്ക് ഒരു സോഴ്സായിട്ട് എടുക്കാൻ കഴിയില്ല, എങ്കിലും അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇനി നാച്ചർ ആൻഡ് ക്യാരക്ടർ ഓഫ് ഗ്രീക്ക് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്. ഗ്രീക്ക് ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിൻ്റെ നാച്ചുറും ക്യാരക്ടറും നോക്കുമ്പോൾ എന്താണ്, ഫസ്റ്റ് ലോഗോഗ്രാഫി വരുന്നുണ്ട്, അല്ലേ? എന്താണ് ലോഗോഗ്രാഫി എന്ന് പറഞ്ഞാൽ, അതായത് ഗ്രീക്ക് ചരിത്രരചന അറിയപ്പെടുന്നത് ആരംഭിച്ചത് ലോഗോഗ്രാഫിയാണ്. എന്താ ലോഗോഗ്രാഫി? വാസ് ദ പ്രോസ് കോമ്പിലേഷൻ ഓഫ് ഓറൽ ട്രഡീഷൻസ് റിലേറ്റിംഗ് ടു ദ ഒറിജിൻ ഓഫ് ടൗൺസ്. ടൗൺസുമായിട്ട്, അതായത് പട്ടണങ്ങളുടെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളുടെ ഒരു ഗദ്യ സമാഹാരമാണ് എന്ത്, ലോഗോഗ്രാഫി. ഗ്രീക്ക് ഹിസ്റ്റോറിയോഗ്രാഫി റെഫേഴ്സ് ടു ഹെലനിക് എഫേർട്സ് ടു ട്രാക്ക് ആൻഡ് റെക്കോർഡ് ഹിസ്റ്ററി. അതായത് ഗ്രീക്ക് ചരിത്രരചന എന്നത് ചരിത്രത്തെ അതിനെ ട്രാക്ക് ചെയ്യാനും രേഖപ്പെടുത്താനുമുള്ള ഹെലനിസ്റ്റിക് കാഴ്ചപ്പാടിനെ ആ ഒരു ശ്രമങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. ബൈ ദ 5th century BC ഇറ്റ് ബിക്കെയിം ദ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ancient Greek literature and held prestigious place in later Byzantine literature. ബൈസാന്റിയൻ കാലഘട്ടത്തിലെ ബൈസാന്റിയൻ ലിറ്ററേച്ചറിലെ ഒരു പ്രധാന സ്ഥാനമായിരുന്നു ഏതിനുണ്ടായിരുന്നത്, നമ്മുടെ ഗ്രീക്ക് ലിറ്ററേച്ചറിനുണ്ടായിരുന്നത്. വൺ ഓഫ് ദ കീ പോയിന്റ്സ് ഓഫ് ആൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫി വാസ് ദ റോൾ ഓഫ് റീസൺ ആൻഡ് എൻക്വയറി. അതായത് ഇത് പുരാതന ഗ്രീക്ക് സാഹിത്യത്തിൻ്റെ ഒരു അന്തർഭാഗമായിട്ട് മാറുകയും പിൽക്കാല ബൈസാന്റിയൻ സാഹിത്യത്തിൽ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ദ ഗ്രീക്ക് മെയ്ഡ് മേജർ കോൺട്രിബ്യൂഷൻസ് ടു മാത്സ് ആൻഡ് സയൻസ്. മാത്സിൻ്റെ മേഖലയിലും സയൻസിൻ്റെ മേഖലയിലും ഗ്രീക്കുകാർ ധാരാളം സംഭാവനകൾ നൽകി. ദ ഹിസ്റ്റോറിക്കൽ പീരീഡ് ഓഫ് ആൻഷ്യൻ ഗ്രീസ് ഈസ് യുണീക്ക് ഇൻ ദ വേൾഡ് ഹിസ്റ്ററി ആസ് ദ ഫസ്റ്റ് പീരീഡ് അറ്റസ്റ്റഡ് ഡയറക്ട്ലി ഇൻ ദ പ്രോപ്പർ ഹിസ്റ്റോറിയോഗ്രാഫി. അതായത് മാത്സിലും സയൻസിലും ഗ്രീക്കുകാർ ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുരാതന ഗ്രീസിൻ്റെ ചരിത്ര കാലഘട്ടം ലോക ചരിത്രത്തിൻ്റെ ആദ്യത്തേതുപോലെ തന്നെ ഏറ്റവും സവിശേഷവുമായ കാലഘട്ടമായിരുന്നു. അതായത് ചരിത്രരചന സാക്ഷ്യപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമായിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ഹെറഡോട്ടസിനെ കുറിച്ചാണ്. The father of history was lived in 5th century BC. He was born in an exalted family in Halicarnassus about 484 BC. അദ്ദേഹം ജീവിച്ചത് 484 BC-യിലായിരുന്നു. അദ്ദേഹം ഹാലികാർണസിലെ ഒരു പ്രബല കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്.
He loved to travel from another places for എന്തിനു വേണ്ടിയിട്ട്? മോൾഡ് ഹിസ് ഹിസ്റ്റോറിക്കൽ സെൻസ്. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ സെൻസിനെ മോൾഡ് ചെയ്യാൻ വേണ്ടി വിവിധ പ്രദേശങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. ഹി റോട്ട് ഓൺ ദ ഗ്രീക്കോ പേർഷ്യൻ വാർ ഓഫ് 6th and 5th century. 6ഉം 5ഉം നൂറ്റാണ്ടുകളിൽ നടന്ന ഗ്രീക്കോ പേർഷ്യൻ വാർ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഹി ഡെപ്പിക്സ് ദ ഹിസ്റ്ററി ഓഫ് പേർഷ്യൻ റൂളേഴ്സ്. അന്നത്തെ പേർഷ്യൻ ഭരണാധികാരികളെക്കുറിച്ചും ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് മാഡിയൻ എംപയർ, മാഡിയൻ എംപയറിൻ്റെ ഉയർച്ച തകർച്ചകളെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇറ്റ് വാസ് സിസറോ ഹു കോൾഡ് ഹെറോഡോട്ടസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി. സിസറോ ആണ് ഹെറോഡോട്ടസിനെ എന്ത് വിളിച്ചത്? ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് വിളിച്ചത്. ഹി ട്രാവൽ ലോങ് ഡിസ്റ്റൻസസ് ടു ഫൈൻഡ് ആക്സസ് ടു ദ സോഴ്സസ് നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം ദീർഘദൂരം സഞ്ചരിച്ചു. ഇറ്റ് വാസ് ഹെറോഡോട്ടസ് ഹു ഫ്രീഡ് ഹിസ്റ്ററി ഫ്രം ലോഗോഗ്രാഫി. അദ്ദേഹമാണ് ഹിസ്റ്ററിയെ ലോഗോഗ്രാഫിയിൽ നിന്ന്, അതായത് പട്ടണങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചുള്ള വാമൊഴി ചരിത്രത്തിൽ നിന്ന് അതിനെ സ്വതന്ത്രമാക്കിയത് ആരാണ്? ഹെറോഡോട്ടസ് ആണ്. ദർ ആർ മെനി ക്രിറ്റിസിസം ഫോർ ഹിസ് ഹിസ്റ്ററി ഓഫ് ഹെറോഡോട്ടസ്. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിക്ക് കുറേ ക്രിറ്റിസിംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സച്ച് ആസ് ഇറ്റ് വാസ് ഓവർ ഫിൽഡ് വിത്ത് ഇഡിയോമാറ്റിക് ലിറ്ററേച്ചർ വിച്ച് സ്റ്റുഡ് ഇൻ ദ വേ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രോപ്പർലി. അതായത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ധാരാളം വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കാര്യങ്ങൾ ശരിയായി അടിവരയിടുന്നതിന് തടസ്സമായി നിൽക്കുന്ന കുറേ കാര്യങ്ങൾ, ഭാഷാപരമായ അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ധാരാളം വിമർശനങ്ങൾ ഉണ്ടെങ്കിലും എന്താണ്, ഹി ഡിഡ് നോട്ട് അപ്രോച്ച് ദ സോഴ്സസ് വിത്ത് ക്രിട്ടിക്കൽ തിങ്കിങ്. അദ്ദേഹം വിമർശനാത്മകമായിട്ടൊന്നും ഒരു സോഴ്സസിനെ സമീപിച്ചില്ല. ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും despite all this criticism, the work done by Herodotus noteworthy. ഇന്നും തന്നെ അതായത് ഒരു പ്രധാനപ്പെട്ട രേഖയായി ഹെറോഡോട്ടസിൻ്റെ രേഖകൾ നിലനിൽക്കുന്നുണ്ട്. ഇനി നേച്ചർ ഓഫ് മെഡീവൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്, സെന്റ് അഗസ്റ്റിൻ ആൻഡ് ഇബിൻ ഖൽദൂൻ. The medieval historiography is molded by dogmas of Christianity. അതായത് മധ്യകാല ചരിത്രം ക്രിസ്തുമതത്തിൻ്റെ പിടിവാശിയിൽ, അതായത് ആ ഒരു ക്രിസ്തുമതത്തുമായിട്ട് ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ഇറ്റ് വാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഗ്രീക്കോ റോമൻ ട്രഡീഷൻ. അതായത് ഗ്രീക്കോ റോമൻ പാരമ്പര്യമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. വി കനോട്ട് സി എനി റാപ്പോർട്ട് വിത്ത് ദിസ് ക്ലാസിക്കൽ ട്രഡീഷനുമായിട്ടും ബന്ധമുണ്ടായിരുന്നില്ല. ദ മിഡീവൽ ഹിസ്റ്റോറിയോഗ്രാഫി വാസ് നോട്ട് ബേസ്ഡ് ഓൺ റാഷണൽ തിങ്കിങ്. ഇറ്റ് സോ കോൾഡ് ദ ചർച്ച് ഹിസ്റ്റോറിയോഗ്രാഫി. അതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? സഭാ ചരിത്ര രേഖ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് ഒരിക്കലും എന്തായിരുന്നില്ല, ക്ലാസിക്കൽ ഹിസ്റ്റോറിയോഗ്രാഫിയായോ ഗ്രീക്കോ റോമൻ ട്രഡീഷനുമായിട്ടോ ഒന്നും ഇതിന് ബന്ധമുണ്ടായിരുന്നില്ല. സെന്റ് അഗസ്റ്റിൻ 354 to 430 AD സെന്റ് അഗസ്റ്റിൻ ജീവിച്ചിരുന്നത്. സെന്റ് അഗസ്റ്റിൻ വാസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ചർച്ച് ഹിസ്റ്റോറിയൻ. ഒരു പ്രധാനപ്പെട്ട ചർച്ച് ഹിസ്റ്റോറിയനാണ്. ഹി വാസ് എ മൾട്ടി ഫെസറ്റഡ് personality like poet, philosopher, the theologist and a political thinker. He is the author of quasi-historical work of God. അദ്ദേഹം അതായത് സഭാചരിത്രത്തിനെ പ്രാധാന്യം കൊടുത്തൊരു മഹാനായിരുന്നു. അദ്ദേഹം ഒരേ സമയം തത്വചിന്തകനാണ്, കവിയാണ്, ദൈവശാസ്ത്രജ്ഞനാണ്, രാഷ്ട്രീയ ചിന്തകനാണ്. ഇങ്ങനെ ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. അദ്ദേഹം 22 വോളിയംസിലായിട്ട് അദ്ദേഹത്തെ സിറ്റി ഓഫ് ഗോഡ് എന്ന കൃതി എഴുതി. അതിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? He tells that the world ruled by two forces. രണ്ട് ഫോഴ്സസ് ആണ് ലോകം ഭരിക്കുന്നത്. ഓൾമോസ്റ്റ് ഓൾവേസ് വി ക്യാൻ സീ ദ കോൺഫ്ലിക്റ്റ് ഓഫ് സച്ച് ഫോഴ്സസ് എവരിവെയർ ഇൻ ദ വേൾഡ്. അതായത് നമ്മൾ ലോകത്തിൽ എവിടെയും ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ള സംഘടനയാണ് നടക്കുക. അൾട്ടിമേറ്റ്ലി ഗോഡ് വിൽ വിൻ ഓവർ ദ ഡെവിൾ ഓർ ഈവിൽ ഫോഴ്സ്. ദൈവം ഈവിൾ ഫോഴ്സിന് മുകളിൽ വിജയം വരിക്കും. ഗോഡ് മേക്സ് എവറിത്തിങ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് വേൾഡ് ആൻഡ് ഹ്യൂമൻ ബീയിങ് ജസ്റ്റ് ഇമിറ്റേറ്റ്. എന്തെയും മനുഷ്യരെ ഈ ദൈവത്തിൻ്റെ എല്ലാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായ പ്രവൃത്തികളെ മനുഷ്യരെ അനുകരിക്കുകയാണ് ചെയ്യുക. സോ ദിസ് വേൾഡ് ഈസ് നത്തിങ് ബട്ട് സിറ്റി ഓഫ് ദ ഗോഡ്. അത് ഇത് എന്ത് മാത്രമാണ്? ലോകം ദൈവത്തിൻ്റെ നഗരമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി പറയുന്നത് ഇബിൻ ഖൽദൂനെ കുറിച്ചാണ്. 1332 to 1406 അത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഇബിൻ ഖൽദൂൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് അറബിക് ഹിസ്റ്റോറിയൻ. ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ എക്സ്പോണൻറ്റ് ഓഫ് സയൻറ്റിഫിക് അപ്രോച്ച് ഇൻ ഹിസ്റ്ററി. അദ്ദേഹം ഹിസ്റ്ററിയിൽ സയൻറ്റിഫിക് അപ്രോച്ച് കൊണ്ടുവന്ന ഒരു മഹാനായിരുന്നു. ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഈസ് ദ യൂണിവേഴ്സൽ ഹിസ്റ്ററി റിട്ടൺ ബൈ ഇബിൻ ഖൽദൂൻ. അതിന് 7 വോളിയംസ് ആണുള്ളത്. അഗസ്റ്റിൻ്റെ ദ സിറ്റി ഓഫ് ഗോഡിന് 22 വോളിയംസ് ആണുള്ളത്. ഓക്കെ, ഇതിൻ്റെ പ്രീഫേസ്, അതായത് ഈ യൂണിവേഴ്സൽ ഹിസ്റ്ററിയുടെ പ്രീഫേസിന് മുഖദ്ദമ എന്ന പേരാണ് അറിയപ്പെടുന്നത്. ടു ഇബിൻ ഖൽദൂൻ ഹിസ്റ്ററി ഈസ് നോട്ട് ദ റെക്കോർഡ്സ് ഓഫ് ഓൾ ഫിനോമിന
but the description of the social bondage and that bondage can be philosophical or external. അതായത് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രതിഭാസങ്ങളുടെയും രേഖയല്ല ചരിത്രം, മറിച്ച് എന്താണ് സാമൂഹികമായ ബന്ധങ്ങളുടെ എങ്ങനെയുള്ള സൈക്കോളജിക്കൽ മാനസികമായിട്ടും ബാഹ്യമായിട്ടും ഒക്കെയുള്ള ബന്ധങ്ങളുടെ രേഖപ്പെടുത്തലാണ് ചരിത്രമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹി ഓൾവേസ് സ്റ്റുഡ് ഫോർ ദ സൈക്ലിക്കൽ തിയറി ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ ചാക്രികമായ സിദ്ധാന്തത്തെ അദ്ദേഹം അംഗീകരിക്കുന്നു. ഹി ആർഗ്യൂസ് ദാറ്റ് ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് എനി എംപയർ ഇസ് എ നാഷണൽ, അതായത് ഏതെങ്കിലും ഒരു സാമ്രാജ്യം തകരുക എന്നുള്ളത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ജസ്റ്റ് ആസ് എ റൈസ് ആൻഡ് റൂയിൻ ഓഫ് എനി ഓർഗാനിസം, ഏതെങ്കിലും ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ജീവി ഘടകം ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു പ്രക്രിയയാണ്. അക്കോർഡിംഗ് ടു ഇബിൻ ഖൽദൂൻ, ഈ സൊസൈറ്റി ഹാസ് എ ഡെഫിനിറ്റ് ടൈം, ഏതൊരു സൊസൈറ്റിക്കും ഒരു പ്രത്യേക സമയമുണ്ടാകും. ദ സൊസൈറ്റി പ്രൊസീഡ് ത്രൂ 2 ഡെഫിനിറ്റ് ഫേസസ്, 2 ഫേസസിലൂടെ കടന്നു പോകുന്നു, റൂറൽ ആൻഡ് അർബൻ. വെൻ എ മെറ്റാമോർഫോസിസ് ഹാപ്പൻസ് ടു എ സൊസൈറ്റി for rural to urban, its innate vigor fades. അതായത് ഈ ഒരു മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞാൽ ഒരു രൂപാന്തരീകരണം സംഭവിക്കുന്ന സമയത്ത് ഗ്രാമത്തിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഒരു സമൂഹത്തിൽ എന്താ പറയുക ഒരു ചേഞ്ച് ഉണ്ടാകുന്നു, അതൊരു ഊർജ്ജം നൽകുന്നു. ഗ്രേറ്റസ്റ്റ് ഹിസ്റ്ററി ഓഫ് ഇബിൻ ഖൽദൂൻ ഇസ് ദാറ്റ് ഹി കമ്പയർഡ് ദ സയൻസ് ഓഫ് ഹിസ്റ്ററി വിത്ത് ദ സയൻസ് ഓഫ് കൾച്ചർ. അദ്ദേഹം എന്ത് ചെയ്തു, സയൻസ് ഓഫ് ഹിസ്റ്ററിയെ സയൻസ് ഓഫ് കൾച്ചറുമായിട്ട്, അതായത് ചരിത്രത്തിൻ്റെ ശാസ്ത്രം എന്നതിനെ സംസ്കാരത്തിൻ്റെ ശാസ്ത്രം എന്ന രീതിയിൽ അതിനെ കണ്ടു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പറയുന്ന കാര്യങ്ങൾ. ഇത് നമ്മൾ തറവായിട്ട് പഠിക്കുക. HSC ഹിസ്റ്ററിക്ക് നമ്മുടെ BA-യുടെ 1 മുതൽ 6 വരെയുള്ള സമ്മിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ബൈ ഹാർട്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഓരോ ടെക്സ്റ്റ് ബുക്കിലും നമ്മളിങ്ങനെ പോവാണ്. 1 മൊഡ്യൂളാണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. ഇനി ഓരോ ദിവസം ഓരോ മൊഡ്യൂളുകൾ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും. ഓക്കെ, താങ്ക് യു.